മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഏജിങ് ഗ്രേസ്ഫുള്ളി അവസാന ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി ചില കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അതൊക്കെ പറയുന്നത്. ഇനിയും ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, മരിക്കുന്നവർ ഒന്ന് സ്വർഗത്തിൽ പോവും അല്ലെങ്കിൽ നരകത്തിൽ പോവും, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ട്. അപ്പോഴേ ഈ സ്വർഗത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള 2-3 എപ്പിസോഡിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് സ്വർഗം എന്നൊക്കെ പറയുമ്പോഴേ ഇത് നിത്യമായിട്ടുള്ള ഒന്നാണ്. നിത്യസ്വർഗം, നിത്യനരകം. യേശുക്രിസ്തുവാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്കറിയാം, ഈ ലോകത്തിൽ വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. പിശാചിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് ലോകം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പിശാചിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. നമ്മൾ ഈ ഇരിക്കുന്ന ഭൂമി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിശാച് ദൈവത്തോട് നിഗളിച്ച് അവനെ അവിടെ നിന്ന് തള്ളിക്കളഞ്ഞു. അവനെ പാഴും ശൂന്യമായി ഇരുന്ന ഈ ഭൂമിയിൽ അവന് വാർപ്പാൻ അവസരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒക്കെയാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ ദൈവം ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിച്ച് നമുക്ക് തന്നത്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയ സമയത്ത് കുറേ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഭാഗ്യമായിട്ടുള്ള അവസ്ഥ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെ കുറേ ഭാഗ്യാവസ്ഥ പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളാണ് 8 അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് വരെ അത് പറയുന്നു തുടങ്ങിയപ്പോൾ. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ യേശുക്രിസ്തു അത് 8 പ്രാവശ്യം തന്നെ പരീശന്മാരോടും അവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാരോടും പറയുന്നുണ്ട്, ഹാ കഷ്ടം, ഹാ കഷ്ടം, ഹാ കഷ്ടം എന്ന്. വായടയ്ക്കുന്ന സമയത്ത് നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. വായടയ്ക്കുന്നത് ഞാൻ പറഞ്ഞത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിപ്പിച്ച സമയത്ത് നരകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് 8 പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 8 പ്രാവശ്യം സ്വർഗത്തെക്കുറിച്ച് തുടക്കത്തിൽ പറയുന്നുണ്ട്, 8 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ഇൻസിഡൻ്റായിട്ട് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇത് പറയുമ്പോൾ ഇത് ആളുകളത് ആ ഒരു സ്പിരിറ്റിലല്ല ഇത് എടുക്കുന്നത്. സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്. മനുഷ്യന് അതൊരു അസംഷൻ, ഒരു അസ്യൂം ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയൊന്നുമില്ല, ഈ ശാസ്ത്രലോകത്തിൽ ഇത്രയും പുരോഗമിച്ചിരിക്കുമ്പോഴേ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ എന്താണ് ഇതിന് കാര്യം, ഇത് മിത്താണ്, ഇത് ഭൂമിയിലുള്ളതാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഒരുപാട് നമുക്ക് കേൾക്കാം. ഈ സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയിൽ അത് വിശ്വസിക്കാനായിട്ട് വലിയ പ്രയാസമാണ്. ക്രിസ്ത്യൻ സർക്കിളിൽ പോലും ഇന്ന് പലരും അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നുമില്ല, ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നുമില്ല. നമ്മൾ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഉള്ള പ്രസംഗങ്ങൾ കുറവാണ്. കാരണം ഭാവിയിലുള്ള കാര്യങ്ങളല്ലേ, നമുക്കതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പലരും അത് പഠിപ്പിക്കാത്തത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ശരിയാണോ, ബൈബിളിൽ പറയുന്നത് അതിൻ്റെ ആ മീനിങ്ങിൽ അത് ശരിയാണോ ഞാൻ പറയുന്നത് എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യരെ അലട്ടുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും അതിനെക്കുറിച്ച് പഠിപ്പിക്കാത്തത്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൈബിൾ തന്നെയാണ്. സ്വർഗം ആത്മീയ വിഷയമായതിനാൽ മനുഷ്യഭാവനയ്ക്കും ബുദ്ധിക്കും അതീതവും അത് അദർശ്യവുമാണ്. മനുഷ്യൻ നശ്വരനാണ്, ദൈവം നിത്യനാണ്. അതുകൊണ്ട് അവൻ്റെ രാജ്യവും നിത്യമാണ്. ആ നിത്യരാജ്യമാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറയുമ്പോൾ അതൊരു പ്ലേസാണ്, ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വർഗരാജ്യം ഭൂമിയിലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ സ്വർഗരാജ്യത്തെക്കുറിച്ച്. അത് നമ്മൾ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ എൻ്റെ ക്ലാരിറ്റിയിലേക്ക് വരാം. ഹെവൻ എന്ന് പറയുന്നത് ഹിബ്രുവിലെ ഷമയീം എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഷമയീം,
ഹിബ്രുവിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗ്രീക്കിലെ ഉറാനസ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഹെവനെ കുറിച്ച് പറയുന്നത്. ഈ യുറാനസ് എന്ന് പറഞ്ഞാൽ യുറാനസ് ഗ്രഹത്തിൻ്റെ പേര്. യുറാനസ് എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ടല്ലോ, നമുക്കറിയാവുന്ന അതിൻ്റെ പേരിൻ്റെ ആ വാക്കിൽ നിന്നാണ് വന്നത്. ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം ഉന്നതങ്ങൾ എന്നാണ് അർത്ഥം. പഴയ നിയമകാലത്തെ യഹൂദന്മാർ റബ്ബീസ് അവർ 7 സ്വർഗങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചിരുന്നു. എന്നാൽ അതിന് തെളിവുകളൊന്നുമില്ല, 7 സ്വർഗങ്ങളുണ്ടെന്നുള്ള തെളിവുകളൊന്നുമില്ല. എന്നാൽ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യ സഭയിലെ 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ 3-ാം സ്വർഗത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഭാഗമുണ്ട്. 3-ാം സ്വർഗം എന്ന് പറയുമ്പോൾ 1, 2 കഴിഞ്ഞാണല്ലോ 3-ാം സ്വർഗം വരുന്നത്, അല്ലേ? 3-ാം സ്വർഗം എന്ന് പറയുന്നത് 1, 2 സ്വർഗം കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടൊഴിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തിയഴിയുകയും ഭൂമി അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ അവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുടുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ പുതിയ ആകാശം എന്ന് പറയുന്ന ആണ് ന്യൂ ഹെവൻസ് എന്ന് പറയുന്ന ഭാഗം. പുതിയ ആകാശം, അപ്പോഴേ പഴയതെല്ലാം മാറിപ്പോകും, കത്തി എരിഞ്ഞു പോകും എന്ന് ഇതിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി സ്ഥലങ്ങളെല്ലാം കത്തി എരിഞ്ഞു പോകും എന്നുള്ളതാണ്. 1, 2 സ്വർഗം, അതിനകത്ത് 3 സ്വർഗമുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 3 സ്വർഗമുണ്ട്. അന്നേരം ഈ 1-ാം സ്വർഗവും 2-ാം സ്വർഗവും ഒക്കെ ഒഴിഞ്ഞു പോകും. 3-ാം സ്വർഗമായിരിക്കും നിത്യമായി ഇരിക്കുന്നത്. 1-ാം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലത്തെയാണ് 1-ാം സ്വർഗം എന്ന് പറയുന്നത്. ഇത് പറവകളുടെയും മേഘങ്ങളെയും ഒക്കെ ഉള്ള ഒരു സ്ഥാനമായിട്ടിരിക്കും. നമുക്കറിയാം, ഈ സയൻസ് പറയുന്നതനുസരിച്ച് 5 ലേയേഴ്സായിട്ട് തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തെ. 11 കിലോമീറ്റർ വരെ ഉള്ളത് മേഘമണ്ഡലം, ട്രോപ്പോസ്ഫിയർ എന്ന് പറയും. 50 കിലോമീറ്റർ വരെ ഉള്ള സ്ഥലം സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയും. അവിടെയാണ് ഓസോൺ ലെയറൊക്കെ ഉള്ളത്. പിന്നെ അതിന് മേളിൽ 80 കിലോമീറ്റർ ഹൈറ്റ് വരെ മെസോസ്ഫിയർ എന്ന് പറയും, വായു നേർത്ത ഒരു സംഭവമാണ്. പിന്നെ 400 കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ എന്ന് പറയും, ചൂട് കൂടുതലാണ്. അതിന് മേളിൽ എക്സോസ്ഫിയർ എന്ന് പറയും. എബോവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മേലോട്ടുള്ളത് പിന്നെ എക്സോസ്ഫിയർ എന്ന് പറയും. ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് ബൈബിൾ പറയുന്ന ഒരു വാക്കാണ് വിധാനം എന്ന് പറയുന്നത്. വിധാനം എന്ന് പറഞ്ഞൊരു വാക്കാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2-3 വാക്യങ്ങൾ ഈ തരണത്തിൽ വായിച്ച് കേൾപ്പിക്കാം. 147-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം: അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴയൊരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അതിൽ ഈ ആകാശത്തെ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലെ ഹെവൻ എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഹു കവറത്ത് ദ ഹെവൻ വിത്ത് ക്ലൗഡ്സ്, ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു എന്നുള്ളത്. അത് മേഘമണ്ഡലത്തിൽ ഹെവൻ എന്നുള്ള വേർഡ് ബൈബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹോശേയ 2:18 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ജാതികളോടും ഒരു നിയമം ചെയ്യും. ആകാശത്തിലെ പക്ഷി, അതിൻ്റെ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഫൗൾസ് ഓഫ് ഹെവൻ എന്നാണ്. ഈ ഹെവൻ എന്ന് പറയുന്നത് അവിടെയും ആകാശം ഹെവനുമായിട്ട് ലിങ്ക് ചെയ്ത് പറയുന്നു. സങ്കീർത്തനം 104:12 അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. ആകാശത്തിലെ പറവകൾ, ഫൗൾസ് ഓഫ് ഹെവൻ, അത് വീണ്ടും ആകാശം എന്ന് പറയുന്ന ഹെവൻ എന്ന് ഉള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. അന്നേരം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആകാശം മേഘങ്ങളുള്ള, മേഘാവൃതമായിരിക്കുന്ന മേഘങ്ങളുള്ള അന്തരീക്ഷമുള്ള, അല്ലെങ്കിൽ പക്ഷികളുള്ള,
പറവകൾ വസിക്കുന്ന ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അതും ഹെവൻ എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ഒന്നാം സ്വർഗമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇവിടെ മൂന്നാം സ്വർഗം എന്ന് ബൈബിൾ പറയുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ഈ രണ്ടാം സ്വർഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു 5 തട്ടുണ്ട്. ഈ 5 തട്ടിന് മേളിലുള്ളതാണ് രണ്ടാം സ്വർഗം എന്ന് പറയുന്നത്. അതിന് പറയുന്നത് നമ്മൾ നക്ഷത്രമണ്ഡലം എന്നൊക്കെ നമുക്ക് പറയാം. നക്ഷത്രമണ്ഡലം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ദൈവം സൃഷ്ടിച്ചപ്പോഴേ ദൈവം 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയതായിട്ട് കാണുന്നു. ഭൂമിയെ പ്രകാശിപ്പിക്കാനായിട്ട് 2 വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി. അത് സൂര്യനും ചന്ദ്രനുമാണ്. അതിനോട് ചേർന്ന് തന്നെ ആകാശത്തിലെ അനേകം വലിപ്പമേറിയ വെളിച്ചങ്ങളെയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയെ പ്രകാശിപ്പാൻ ഉള്ളതുപോലെ തന്നെ നക്ഷത്രമണ്ഡലങ്ങളെയും ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. യെശയ്യാ 13:10 ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും. അപ്പോൾ നമുക്കറിയാം ഒരു നക്ഷത്ര സമൂഹം തന്നെ ആകാശത്തിലുണ്ട്. ദ സ്റ്റാർസ് ഓഫ് ഹെവൻ ആൻഡ് കൺസ്റ്റലേഷൻ. ഇതെല്ലാം തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ഭാഗങ്ങളാണ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ എക്സോസ്ഫിയറിന് മേളിലുള്ള ഭാഗം. ആ ഭാഗമാണ് നമ്മൾ രണ്ടാം സ്വർഗമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ വിധാനത്തിന് മേളിലുള്ള സംഭവമാണ്. അന്നേരം അത് നമ്മൾ കാണുന്ന നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ സാധ്യമാകാത്ത സ്ഥലമാണ്. അവിടെയാണ് ശരിക്കും സാത്താനും അവൻ്റെ സംഘവും സങ്കേതമാക്കി വെച്ചിരിക്കുന്നത്. എഫേസ്യർ 6:12 സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ തരണത്തിൽ ഓർക്കുക. അതാണ് സാത്താനും അവൻ്റെ സൈന്യങ്ങളുമൊക്കെ അവിടെയാണ് സങ്കേതമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അത്രയും നമുക്ക് ബൈബിളിൽ നിന്നുള്ള ഒരു ബൈബിൾ വേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും ആ രീതിയിൽ മാത്രമേ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ദൈവം വസിക്കുന്ന അതിനും മേളിലായിട്ടുള്ള മൂന്നാം സ്വർഗത്തിലാണ് സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത്. മൂന്നാം സ്വർഗം ഇതാണ് ദൈവത്തിൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന സ്ഥലം. അത് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ഇത് മേഘത്താൽ മൂടി മനുഷ്യർക്ക് മറച്ചിരിക്കുന്നു എന്ന് പറയാം. സ്വർഗാദി സ്വർഗം, മഹോന്നത സ്വർഗം, അത്യുന്നത സ്വർഗം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്നുള്ള റെഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പോഴേ മൂന്നാമത്തെ സ്വർഗം അല്ലെങ്കിൽ അത്യുന്നത സ്വർഗം എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കുറേ പഠിക്കാനായിട്ടുണ്ട് ബൈബിളിൽ നിന്നുള്ള സ്ക്രിപ്റ്റേഴ്സ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. ഫിലിപ്പിയർ 2:10 സ്വർലോകർ, ഭൂലോകർ, അധോലോകർ എന്ന് പറഞ്ഞ് 3 തട്ടിനെ കുറിച്ച് തന്നെ അവിടെ പറയുന്നുണ്ട്. അവിടെ സ്വർലോകർ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ എന്നുള്ളതാണ്. സ്വർഗം ഒരു സ്ഥലമാണ്, ലിറ്ററലായിട്ടൊരു പ്ലേസാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഈ ദിവസങ്ങളിൽ ഇനിയുള്ള 1-2 എപ്പിസോഡിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം, ഇത് വാച്ച് ചെയ്യണം. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച സ്വർഗത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനകത്ത് ഒന്നാം സ്വർഗം എന്താണ്, രണ്ടാം സ്വർഗം എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അന്തരീക്ഷവും അതിന് മേലുള്ള ഭാഗങ്ങളെ കുറിച്ചും ഉള്ള പിശാച് വസിക്കുന്നതും മനുഷ്യനും അല്ലെങ്കിൽ പക്ഷികളും ഒക്കെയുള്ള മനുഷ്യനും ഭൂമിയിലാണല്ലോ, അതിന് മേലുള്ള നിലയിലെ പക്ഷികളും മേഘങ്ങളും ഒക്കെയുള്ള നിലയും ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി സ്വർഗാദി സ്വർഗത്തെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചും അടുത്ത ദിവസം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ട് എടുക്കാം. ഇന്ന് രോഗികളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെയും അതുപോലെ ത്വക്ക് സംബന്ധമായിട്ടുള്ള ചില പ്രയാസങ്ങളിലുള്ളവരെയും പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇത് കാണുന്ന ആർക്കൊക്കെയോ ഈ പ്രയാസങ്ങളുണ്ട്, തീർച്ചയായും ദൈവം അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവിടെ ഹൃദയങ്ങളിലൊക്കെ ചെല്ലട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ ദൈവിക മർമ്മങ്ങളെക്കുറിച്ചും ഉയരത്തിലുള്ളതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ
കാര്യങ്ങളെ ഹൃദയങ്ങൾ വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്വർഗത്തിൻ്റെ അവസ്ഥ കർത്താവെ ഈ ലോകത്തിൽ തന്നെ ആകാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് കർത്താവെ. അതിനാൽ ഉയരത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നും അത് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നിരാശയും പ്രയാസങ്ങളും മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എവിടെയായിത്തീരും എന്നുള്ളത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണുള്ളത്. ഞങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകേണ്ടത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണുള്ളത്. ഇതൊരു മിത്തായിട്ട് കാണാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ കിഡ്നി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും ഇതിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഡയാലിസിസ് നടത്തുന്ന ചിലർ കർത്താവെ അതിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് കർത്താവെ ഡയാലിസിസ് ഇല്ലാതെ കർത്താവെ മരുന്നിൽ കൂടി അത് ക്ലിയർ ആകുവാനായിട്ട് ഈ ദിവസങ്ങൾ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി മാറ്റിവെക്കണം എന്ന് പറയുന്ന ചില ആളുകളെ കർത്താവെ കാണിച്ചു തരുന്നു. ദൈവമേ, അതൊക്കെ കർത്താവെ ഒരു വലിയ ക്രിയേറ്റീവ് മിറക്കിൾ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നുമില്ലാതെ കർത്താവെ അത് മാറിപ്പോവാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേസമയം കർത്താവെ, സോറിയാസ് പോലെ ത്വക്കിലെ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിക്കുന്നു. ദൈവമേ, അവരെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്തൊക്കെ പ്രയാസങ്ങളുടെ അതൊക്കെ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെടുകയും നെടുവീർപ്പിൽ ആയിരിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ കർത്താവെ, ഇന്നു മുതൽ കർത്താവിൻ്റെ കൈ അവരുടെ മേലെ തൊടുകയും സൗഖ്യം വന്നു ചേരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ നേരെ കൈ ഉയർത്തി നിങ്ങളെ പ്രാർത്ഥിക്കുക. ദൈവം വലിയ വിടുതൽ കർത്താവ് അയക്കും, തീർച്ചയായും അയക്കും. അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, വലിയ അനുഗ്രഹം, വിടുതൽ അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അത് ഏറ്റെടുത്തവർക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നിൻ്റെ കൃപയിൽ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മൾ ഹെവൻ്റെ ഓരോ പടികളായിട്ട് ഇങ്ങനെ വരികയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അടുത്ത ദിവസം നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ഇത് കേൾക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർ ആ ബെൽ ബട്ടണ് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, റെഗുലറായിട്ട് ഇത് കിട്ടാനായിട്ട്. അതുപോലെ എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളത് അയച്ചാൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.